വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പൂൺ ആൻഡ് സ്കെച്ച് വിത്ത് അഖില. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോൾ ചില NHS സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. 5% ഇട്ടാൽ മതി വിത്തൗട്ട് ടാക്സ്. ഐ ബിലീവ് 20% ടാക്സ് നമ്മളവിടെ അടച്ചിട്ട് വേണം. എപ്പോഴും വിൻഡറിൽ കാണുന്നതാണ് നല്ലതില്ലാത്ത വീട്ടിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഈ വീട്ടിലൊരു ചെറിയ അംഗം നമ്മുടെ ചാനലിന്റെ വകയായിട്ട് ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് തരുവാണ്. A home in the UK is a dream for so many people living here. Today we are celebrating the beautiful moment of Mr. and Mrs. Jody, whose dream of owning a home in Liverpool has finally come true. They achieved these goals within just few years. So first of all, a big congratulations to this inspiring couple. You have turned your dream into reality and created a warm, happy place to call home. In this video, we will be sharing their journey, experiences and tips on how you too can work towards earning your dream home in the UK. Let's get started and get inspired. UK-യിലൊരു വീട് എന്ന സ്വപ്നം നിങ്ങൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീട് സ്വന്തമാക്കിയപ്പോൾ? വളരെ സന്തോഷം. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ മോർഗേജ് അഡ്വൈസർ ജിയോ, സോളിസിറ്റർ ജിജി, ഞങ്ങളുടെ എസ്റ്റേറ്റ് ഏജൻറ്റ് അർണോൾഡ് ഫിലിപ്സ്, അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെട്ട ആളാണ് ജിയോ ടോം. ഞങ്ങളുടെ തന്നെ നാട്ടുകാരനാണ്, കോതമംഗലംകാരനാണ്. സ്റ്റോക്ക് കോണ്ടന്റിലാണ് പുള്ളിയുടെ ഓഫീസ്, ലൈഫ് ലൈൻ എന്നാണ് പുള്ളിയുടെ ഓഫീസിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ വീടിൻ എന്നുള്ള സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീട് വാങ്ങുക എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് കൊടുത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുൾ എമൗണ്ട് കൊടുത്ത് നമുക്ക് ഇവിടെ ഒരു വീട് വാങ്ങുക എന്നുള്ളത് അത്ര പ്രാവർത്തികമായ ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് നമുക്ക് എത്രത്തോളം ലോൺ നമുക്ക് ബാങ്ക് അപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മോർഗേജ് അഡ്വൈസറാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ബാങ്കിൽ നിന്നും ഡിപ്പ് എടുക്കണം, ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൽ നമുക്ക് എത്രത്തോളം ലോൺ എമൗണ്ട് നമുക്ക് കിട്ടും എന്നതിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അത് എടുത്തതിന് ശേഷം നമ്മൾ വീട് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്ക് ആ എമൗണ്ടിൻ്റെ അത്രയും വരെയുള്ള വീട് നമുക്ക് നോക്കി തുടങ്ങാം. ചേട്ടൻ പറഞ്ഞ ഒരു ഫുൾ എമൗണ്ട് കൊടുത്ത് ഇവിടെ വീട് വാങ്ങിക്കാൻ സാധിക്കില്ല. ഇവിടെ ഒരു വീട് വാങ്ങിക്കാൻ ഒരു മിനിമം ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത്? അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഓരോ ഏരിയക്ക് അനുസരിച്ച് നമ്മുടെ മാറും. മിനിമം എത്രയായിരിക്കും തുടങ്ങുന്നുണ്ടായി? ഒരു ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഒരു 70,000 പൗണ്ട്സിന് തുടങ്ങും. അതുപോലെ 70 ലക്ഷം. ഫ്ലാറ്റിന്റെ കേസ് കഴിഞ്ഞ ഒരു വീട് എന്ന് പറയുമ്പോൾ അതൊരു കോടികളിലേക്ക് വരും അല്ലേ? കോടി തൊട്ട് തുടങ്ങും. അതിപ്പോൾ 1 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിന് അത്രയുള്ള സൗകര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കൊരു പാർക്കിങ്ങിനാണേലും ബാക്ക് ഗാർഡൻ, അങ്ങനത്തെ പല ഫെസിലിറ്റി അനുസരിച്ചാണ് വീടിൻ്റെ പ്രൈസ് മാറുന്നത്. അപ്പോൾ 1 കോടി മുതൽ നമുക്കിവിടെ വീട് കിട്ടും. 1 കോടി ഇന്ത്യൻ റുപ്പി മുതൽ നമുക്കിവിടെ വീടുകൾ കിട്ടാം. പിന്നെ അത് ഓരോ ഏരിയ അനുസരിച്ച് മാറും. ഇപ്പം ഞങ്ങളുടെ ഏരിയ ഇച്ചിരി ഔട്ടർ ലണ്ടനാണ്. ഇത് ഇവിടെ നമുക്ക് കിട്ടുന്ന വീടിൻ്റെ ഇരട്ടിയായിരിക്കും ലണ്ടൻ പോലുള്ള സിറ്റികളിൽ വാങ്ങുന്ന വീടിൻ്റെ പ്രൈസ് വരിക. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അതിന് ഈ ഡിപ്പ് എന്ന് പറയുമ്പോൾ ഡിപ്പ് അപ്രൂവ് ആവലാണോ? ഡിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ. അത് നമ്മുടെ ബാങ്ക് നമുക്ക് എത്രത്തോളം ബോറോ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നൊരു ഔട്ട്ലൈൻ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ ജോയിൻറ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ 2 പേരുടെയും 6 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 6 month പേ സ്ലിപ്പ്, അഡ്രസ് പ്രൂഫ്, കൗൺസിൽ ടാക്സ് ബിൽ, കൂടാതെ 2 പേരുടെയും ഫോട്ടോ ID, പാസ്പോർട്ട് ആണ് സബ്മിറ്റ് ചെയ്യണം. ഈ ജോയിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കപ്പിൾസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ 2 പേരുടെയും പേ സ്ലിപ്പ്, 6 month പേ സ്ലിപ്പ് വേണം. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ കപ്പിൾസ് ആവുമ്പോ ഒരാൾക്ക് ജോലി ഇല്ല, ഒരാൾക്ക് മാത്രമേ ജോലി ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ ആപ്ലിക്കബിൾ ആവും? അത് ബാങ്കിന്റെ ഡിസിഷൻ ആണ് നമുക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇൻകം ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അപ്രൂവ് ചെയ്യാം,
അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്ന എമൗണ്ട് കുറവായിരിക്കും. ബോറോ ചെയ്യാൻ പറ്റുന്ന വീട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് അപ്രൂവ് ആവുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? അതെന്തൊക്കെയാണ് കണ്ടീഷൻസ്? നമ്മൾ ഡിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് നോക്കുന്നത് നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് നോക്കുന്നത് രണ്ടുപേരും ഫുൾ ടൈം ജോബിൽ ഉള്ള ആൾക്കാരാണോ, അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നല്ല സ്കോറാണോ, റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ക്ലീൻ ആണോ, ഏതെങ്കിലും മിസ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അഫക്റ്റ് ചെയ്യും. അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്രെഡിറ്റ് സ്കോറിന്? ക്രെഡിറ്റ് സ്കോറിന് അപ്ലൈ ചെയ്യും. ക്രെഡിറ്റ് സ്കോർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ബിൽസ് പേയ്മെൻറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ്. നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് ബാങ്ക് നോക്കുമ്പോൾ അത് അപ്രൂവ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് അവർക്ക് നോക്കാം. പിന്നെ ബാങ്ക് നോക്കുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും ലോൺസ് ഉണ്ടോ, അതായത് കാർ ലോൺ, പേഴ്സണൽ ലോൺ. യു കെയിൽ വേറെ എന്തെങ്കിലും ലോൺസ് ഉണ്ടോ, കാർ ലോൺ, പേഴ്സണൽ ലോൺസ് ഒക്കെ അതിൽ ഉൾപ്പെടും. മൊബൈൽ കോൺട്രാക്റ്റ് ഒക്കെ ഉൾപ്പെടും. അതുപോലെ പല ഡയറക്റ്റ് ഡെബിറ്റ്സ് ഉള്ള യൂട്ടിലിറ്റീസ് എല്ലാം അതിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതിന് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ബാധ്യതകളൊന്നും നമ്മൾ വരുത്തി വെച്ചിട്ടില്ല എന്നുള്ളത് നോക്കും. നമുക്കിത് അപ്രൂവ് ആയി കിട്ടാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അവർ നമുക്കൊരു എമൗണ്ട് തരും. ഇത്രത്തോളം നിങ്ങൾക്ക് ബോറോ ചെയ്യാം. ഇപ്പോൾ ഈ ഫാക്ടേഴ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാർ ലോൺ ഇല്ലെങ്കിൽ ലോൺ നമുക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ലോൺ കിട്ടില്ല എന്നുള്ളതല്ല, അതിന്റെ ഇറക്കം കയറ്റം ഉണ്ടായിരിക്കും. അതെ, നമുക്ക് ബോറോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഹൈ ആൻഡ് ലോ ആയിട്ട് വരാം. അതിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ഒരാൾ ജോബ്ലെസ് ആണ്, ജോയിൻ്റ് ആപ്ലിക്കൻറ്റിൽ ഒരാൾ ജോബ്ലെസ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ലോൺ ഡിസപ്രൂവ് ആവാനാണ് സാധ്യത. നമുക്ക് സിംഗിളായിട്ട് ലോണിന് അപ്ലൈ ചെയ്യാം. സിംഗിളായിട്ട് ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളൊരു കാരണം, ഫസ്റ്റ് ടൈം ബയേഴ്സിന് നമുക്കിവിടെ ഒരു 150,000 പൗണ്ട്സ് നമുക്ക് ടാക്സ് ഫ്രീ ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണ്ട. അപ്പോൾ അത് ജോയിൻ്റ് ആപ്ലിക്കൻ്റ് ആകുമ്പോൾ 150 വെച്ച് 2 പേർക്ക് 300,000 വരെ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണ്ട. ബെനിഫിറ്റ് നമുക്കതിനുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ട ഒരു ടാക്സ് ആണ്. അത് ഫസ്റ്റ് ടൈം ബയേഴ്സിന് അതിന് 150,000 വരെ പെർ പേഴ്സൺ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അത് ജോയിൻ്റ് ആപ്ലിക്കൻറ്റിന് 300,000 വരെ ബെനിഫിറ്റ് കിട്ടും. അങ്ങ് ഇപ്പോൾ പറഞ്ഞു ജോയിൻ്റ് ആപ്ലിക്കേഷനിൽ ഒരാൾക്ക് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ, പക്ഷേ മറ്റൊരാൾക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മാത്രം ഇൻകം ഉണ്ടെങ്കിലോ, അപ്പോൾ ഇപ്പോൾ പറയാനും ഒരു 50,000 എബോവ് 50,000 ഒക്കെ ഇൻകം ഉണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അത് ബാങ്കിൻ്റെ ഡിസിഷൻ അനുസരിച്ചിരിക്കും. കൂടാതെ അവർ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മറ്റേയാൾ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല. ഓണർഷിപ്പ് വരുന്നത് 50% ആയിരിക്കും ജോയിൻ്റ് ആപ്ലിക്കൻറ്റിൽ. അപ്പോൾ ഒരാൾ പ്രീപേയ്മെൻറ്റ് ചെയ്ത മറ്റേയാൾ ചെയ്താലും ഓണർഷിപ്പ് നോക്കുമ്പോൾ പിന്നെ അതിന് ഫ്യൂച്ചറിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ബാങ്കിന് ഡിസപ്രൂവ് ചെയ്യാനാണ്, റിസ്ക് എടുക്കാതിരിക്കാനാണ് പരമാവധി ശ്രമിക്കുകയുള്ളൂ. അപ്പൊ ചേട്ടൻ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലോൺ അപ്രൂവ് ആവോ, എത്രമാത്രം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണോ നമ്മൾ വീട് നോക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്ക് ആ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വീട് നോക്കാം. പിന്നെ നമ്മളൊരു എമൗണ്ടിലുള്ള ഒരു വീട് കണ്ടുവച്ച് നമുക്ക് അത്രയും ലോൺ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് കൂടാതെ ഉള്ളൊരു കാര്യം, നമ്മുടെ കയ്യിൽ നമുക്കൊരു നോർമലി 10% ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ഇടേണ്ട ആവശ്യം. അപ്പോൾ അത്ര എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്നും കൂടി നോക്കണം. നമുക്ക് അപ്രൂവ് ആവുന്ന എമൗണ്ടിൻ്റെ 10% നമ്മൾ ഡെപ്പോസിറ്റ് ഇടണം. നിങ്ങൾക്ക് കൂടുതലിടാം. ചില ബാങ്കുകൾ 5% തൊട്ട് തുടങ്ങുന്നുണ്ട്. ചില NHS സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്, 5% ഇട്ടാൽ മതി. അപ്പോൾ ആ എമൗണ്ടും കൂടെ നമ്മൾ നോക്കണം. 30,000 നമ്മൾ ഡെപ്പോസിറ്റ് ഇടണം. അപ്പൊ ഈ 30,000 നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യില് നമ്മൾ ഇവിടുന്ന് ഏൺ ചെയ്ത മണി ആയിരിക്കണോ? നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഏൺ ചെയ്യണം എന്നില്ല. അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് ഗിഫ്റ്റായിട്ട് നമുക്ക് റിസീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കയ്യിൽ നിന്ന് 9 lakhs ഇങ്ങോട്ട് കൊണ്ടുവരാം വിത്തൗട്ട് ടാക്സ്. 9 lakhsന് മുകളിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഐ ബിലീവ് 20% ടാക്സ് നമ്മളവിടെ അടച്ചിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഒരാൾക്കാണ്. UK എന്ന് വേണമെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. പക്ഷെ ഓരോ ഗിഫ്റ്റിനും നമ്മൾ ഓരോ ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ ഓൾമോസ്റ്റ് 100 pounds നമ്മൾ സോളിസിറ്ററിന് കൊടുക്കണം.
അപ്പൊ നമ്മളിപ്പോ 5 ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ഫയൽ ഓപ്പൺ ചെയ്യണം ഗിഫ്റ്റ് റിസീവ് ചെയ്തതിൻ്റെ. അപ്പോൾ ഓരോ ഫയലിന് 100 പൗണ്ട്സ് വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളും ആ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പോ എന്താണ് ബന്ധം കാണിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കാണിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ഗിഫ്റ്റ് ഫയലിന് അങ്ങനെ ഒരു ആവശ്യമില്ല. ചിലപ്പോൾ സോഴ്സ് ചോദിക്കാം, ഈ ഫ്രണ്ടിന് എങ്ങനെ ഈ മണി സോഴ്സ് കിട്ടിയെന്നുള്ളത്. ലാർജ് എമൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് അവരുടെ സോഴ്സ് കാണിക്കാൻ, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഫ്രണ്ട്സ് നമുക്ക് ഗിഫ്റ്റ് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയും ഈ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, അതുപോലെ തന്നെ പേ സ്ലിപ്പ് ഇതൊക്കെ കൊടുക്കണം ചോദിക്കണം. കാരണം അവരുടെ സോഴ്സ് ഓഫ് ഇൻകം തെളിയിക്കണം അവർക്ക്. ഓക്കെ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ക്യാഷ് അത് നമ്മുടെ പാരന്റ്സിനല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ? പേരൻസ് പ്ലസ് ബ്ലഡ് റിലേഷനുള്ള ആൾക്കാർക്ക് നമുക്ക് അവിടുന്ന് ഇന്ത്യയിൽ നിന്നും ഗിഫ്റ്റ് അയക്കാം. ഗിഫ്റ്റായിട്ട് 9 lakhs വരെ അയക്കാം. അപ്പൊ അവർ നമുക്ക് അയക്കുന്നതിന് എന്തെങ്കിലും പ്രൂഫ് കാര്യങ്ങൾ വേണം? നമ്മുടെ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ പേരൻസ് ഗിഫ്റ്റ് അയക്കുകയാണെങ്കിൽ അവരുടെ ഒന്നാമത് ഒരു ഗിഫ്റ്റ് ലെറ്റർ ആണ് ആദ്യം വേണ്ടത്. പിന്നെ ID പ്രൂഫ് വേണം, 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. പേരൻസിൻ്റെ ആരാണോ അയക്കുന്നത്, ബ്ലഡ് റിലേഷനുള്ള അവരുടെയോ അല്ലെങ്കിൽ ആരാണോ അയക്കുന്നത് അവരുടെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് നമ്മുടെ പാരന്റ്സ് ഒക്കെ ഗോൾഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഗോൾഡ് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ക്യാഷ് തരാറ്. അപ്പൊ അതിനെങ്ങനെ നമ്മള് കാണിക്കും? അതിന് നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കാണിച്ചാൽ മതി. ഒരു പ്രൂഫ് എങ്ങനെയാണോ പൈസ നമുക്ക് കിട്ടിയത് അതിനുള്ള ഒരു പ്രൂഫ് കാണിച്ചാൽ മതി. അതുപോലെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ ചോദിക്കും. 6 months ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓൾറെഡി ഉള്ള ക്യാഷ് ആണെങ്കിൽ അതിന് നമുക്ക് സോഴ്സ് കാണിക്കണ്ട. ഗിഫ്റ്റ് ലെറ്റർ ഗിഫ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ UK-യിലുള്ള ആളുമായിട്ടുള്ള ബ്ലഡ് റിലേഷൻ ആയിരിക്കണം. അപ്പോൾ ആ എന്ത് റിലേഷൻ ആണെന്നുള്ള എഴുതിയിട്ടുള്ളൊരു, പിന്നെ എത്ര എമൗണ്ട് ആണ് കൊടുക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ നമ്മുടെ സിഗ്നേച്ചർ, പിന്നെ അയക്കുന്ന ആളുടെ ID പ്രൂഫ്, അതാണ് വേണ്ടത്. ഈ ഗിഫ്റ്റ് ലെറ്റർ നമ്മൾ ഡിപ്പ് എടുക്കുന്ന സമയത്ത് മോർഗേജ് അഡ്വൈസർ ചോദിക്കും നമ്മുടെ ഡെപ്പോസിറ്റ് എത്രയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടാണ് ഡിപ്പ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഡെപ്പോസിറ്റ് നമ്മൾ എത്ര ഇടാൻ ഉദ്ദേശിക്കുന്നോ അതിൻ്റെ സോഴ്സ് അതും കാണിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഗിഫ്റ്റ് ലെറ്ററും അവർ ചോദിക്കുന്നതായിരിക്കും. നമ്മളിപ്പോ ചെയ്തത് ലോൺ അപ്രൂവൽ, ദെൻ നമ്മള് വീട് നോക്കുന്നു, പിന്നെ നമ്മൾ ഒരു ഇനീഷ്യൽ എമൗണ്ട് കാണിക്കണം, ഇത്രയാണുള്ളത്. അപ്പൊ ഇവിടെ ആൽഫി ചേച്ചി നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ നേഴ്സ് ആയത് കൊണ്ട് നമുക്ക് വീട് വാങ്ങുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? UK എന്ന് പറയുമ്പോൾ നേഴ്സുമാർക്കെല്ലാം ഒരു പരിഗണനയാണല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും നേഴ്സ് ആയതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് അങ്ങനെ ഉണ്ടോ? നേഴ്സ് ആയതുകൊണ്ട് NHS-ൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിനുള്ളൊരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 5% ഡെപ്പോസിറ്റ് ഇട്ടാൽ മതി. അതാണ് ഒരു ബെനിഫിറ്റായിട്ട് ഉള്ളത്. പിന്നെ NHS സ്റ്റാഫിനുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ബിൽഡ് ഹോംസ് ആണെങ്കിൽ അവർക്കൊരു 30% അതിന് മുകളിലേക്ക് ഡിസ്കൗണ്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതിന് കുറേ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഞങ്ങൾ അതിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷെ അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഡിപ്പ് കിട്ടി കഴിഞ്ഞാല് നമ്മള് വീട് നോക്കി തുടങ്ങാണ്. എങ്ങനെയാണ് ഇവിടെ വീട് നോക്കി തുടങ്ങുന്നത്? വീട് നോക്കുന്നത് വെബ്സൈറ്റുകളിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ് മൂവ് ആണ് മെയിൻ ഇവിടുത്തെ ഒരു വെബ്സൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ റൈറ്റ് മൂവിലൂടെയാണ് തോന്നിയത്. സൂപ്ല, ഓപ്പൺ, ഓൺ ദ മാർക്കറ്റ്, അങ്ങനെ പല വെബ്സൈറ്റുകളുണ്ട്. റൈറ്റ് മൂവ് ഞങ്ങൾ കുറച്ചുകൂടെ റൈറ്റ് മൂവ് ആയിരുന്നു. അപ്പൊ അതില് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീട് നോക്കാം. ഓൺ സെയിൽ കിടക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന വീടുകളിൽ നോക്കേണ്ട ഒരു കാര്യം ഫ്രീ ഹോൾഡ് ആണോ ലീസ് ഹോൾഡ് ആണോ എന്ന് നോക്കും. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും പ്രോപ്പർട്ടി ഇരിക്കുന്ന ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ഓണർ. ലീസ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര വർഷത്തേക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഫ്ലാറ്റുകൾക്കൊക്കെ അങ്ങനെയാണ്. ചില വീടുകൾക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ. പിന്നെ ഉള്ളത് ഷെയർഡ് ഓണർഷിപ്പ്. നമുക്ക് വാങ്ങുന്ന വീടിൻ്റെ ഇത്ര % ഓണർഷിപ്പേ നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും വീട് മാത്രം നോക്കിയാൽ പോരാ, അതിൽ എസ്റ്റേറ്റ് ഏജൻറ്റിനോട് നമ്മൾ അതിൻ്റെ ഓണർഷിപ്പിൻ്റെ സ്റ്റാറ്റസും കൂടെ ചോദിക്കണം. ഫ്രീ ഹോൾഡ് ആണോ, ഷെയർഡ് ഓണർഷിപ്പ് ആണോ, അതോ ലീസ് ഹോൾഡ് ആണോ. അപ്പൊ നമ്മുടെ ആൽഫി ചേച്ചി ഇപ്പൊ കൊച്ചു വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ജോർജ് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ വീട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വീട് നോക്കി തുടങ്ങാം. അപ്പോൾ വീട് പോയി കാണുമ്പോൾ നമ്മൾ എപ്പോഴും വിൻ്ററിൽ കാണുന്നതാണ് നല്ലത്. വിൻ്ററിൽ, കാരണം വിൻ്ററിൽ നമുക്ക് മഴയുണ്ട്. ഇപ്പോഴത്തെ കണ്ടില്ല, മഴയുണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും മോൾഡ്, ലീക്കേജ്, മോൾഡ്
അങ്ങനെ ആ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വിൻ്ററിലായിരിക്കും നമുക്ക് എപ്പോഴും പെട്ടെന്ന് കാണാൻ പറ്റുക. സമ്മറിൽ വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിൻ്ററിൽ പോയി വീട് കാണുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ എന്തൊക്കെയാ നമ്മൾ ഈ വീട് പോയി കാണുമ്പോ നോക്കണം? എന്തായാലും ഫോട്ടോ നമ്മൾ ഈ റൈറ്റ് മൂവിലൊക്കെ നോക്കുമ്പോ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നതായിരിക്കില്ല. അതിനപ്പുറം നമ്മൾ പോയി കാണുമ്പോ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഒരു വീട് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ? വീട് ഫിക്സ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ചാണ്. നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഡ്രൈവേ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടോ, അതുപോലെ നമ്മുടെ ബെഡ്റൂംസിൻ്റെ എണ്ണം, അതുപോലെ ബെഡ്റൂംസിൻ്റെ വലിപ്പം, കിച്ചൻ്റെ വലിപ്പം, കിച്ചണിൽ സൗകര്യമുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ സൈഡ് നോക്കുമ്പോ അതിന്റെ മെറ്റീരിയൽ നമുക്ക് ഉള്ളിലേക്കാണ് അറിയത്തില്ല. എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മള് ഇത് ബിൽഡ് ക്വാളിറ്റി എത്ര വർഷങ്ങളായി പഴക്കമുള്ള വീടുകളായിരിക്കും ഇത്. അതെ. അപ്പൊ ഇത് എന്തുകൊണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന്റെ ക്വാളിറ്റീസ് അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വീടിന് ഓഫർ അയച്ചിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സർവേയേഴ്സ് ഉണ്ട്. സർവേയേഴ്സ് വന്നിട്ട് നമുക്ക് വീടിനെ കുറിച്ച് സർവേ ചെയ്ത് അതിന് റിപ്പോർട്ട് ചെയ്യും. അത് പല ലെവൽ സർവേസ് ഉണ്ട്. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ലെവൽ 3 വരുമ്പോഴാണ് സ്ട്രക്ചറൽ ബിൽഡ് ക്വാളിറ്റി, ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി പറയുന്ന സർവേ വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നല്ല എമൗണ്ട് ആവും. ഓൾമോസ്റ്റ് 1500 pounds എന്തോ ആകും. അതെ. അതാണ് നമ്മൾ ചെയ്യേണ്ട സർവേ. മെയിനായിട്ട് ഇവിടെ മാർക്കറ്റിൽ സർവേന്ന് കൊടുക്കുമ്പോൾ വരുന്നത് ലെവൽ 2 ആണ്. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ എനർജി പെർഫോമൻസ്, അങ്ങനത്തെ സർവേ ആണ് വരുന്നത് ലെവൽ 2 വരുന്നത്. ബിൽഡിംഗ് സർവേസിന് നമുക്ക് ഇതുപോലെ നമുക്ക് കമ്പയർ ദ മാർക്കറ്റ്, അതിൽ നമുക്ക് സർവേസിന് കണ്ടുപിടിക്കാം. നമുക്കൊരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിൽ സപ്ലൈ ചെയ്യുന്ന സർവേസിൻ്റെ ലിസ്റ്റ് വരും. നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് പ്രൈസ് വെച്ച് പല ബഡ്ജറ്റിൽ ചെയ്യുന്ന സർവേയേഴ്സ് ഉണ്ട്. ചേട്ടൻ ഇപ്പോൾ ഒരുപാട് വീട് കണ്ടിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ ഒരു വീട് വാങ്ങിയത് കൊണ്ടും ഒരു പഴയ കാലത്ത് ഉണ്ടാക്കിയൊരു വീട് വാങ്ങുന്നതാണോ അതൊരു ന്യൂ ബിൽഡ് വാങ്ങുന്നതാണോ? അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്കും അറിയത്തില്ല. പക്ഷേ പറഞ്ഞു കേട്ടിടത്തോളം ഒരു പഴയ വീടിൻ്റെ സ്ട്രക്ചർ ക്വാളിറ്റി പുതിയത് പണിയുന്ന വീടിനേക്കാൾ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആധികാരികമായി ഇതിനൊരു എവിഡൻസ് ഒന്നുമില്ല. ഇപ്പം ഞാൻ വാങ്ങിച്ച വീട് ഒരു പഴയ വീടാണ്. എനിക്ക് കണ്ടതിൽ കുഴപ്പമൊന്നും തോന്നിയില്ല. നമുക്കങ്ങനെ തോന്നുന്നില്ല. ഇത് ശരിക്കും ഒരു 1949 ബിൽഡ് ചെയ്ത ഹൗസാണ്. വെരി ഓൾഡ്. റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ബിൽഡ് 1949. ഇപ്പൊ വീട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് അവർക്ക് ഓഫർ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ എസ്റ്റേറ്റ് ഏജൻറ്റിന്. അപ്പോൾ നമുക്ക് ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നതിന് നമുക്ക് ആ വീട് കണ്ടിട്ട് നമ്മുടെ ബഡ്ജറ്റിന് മുകളിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അയക്കാം. അതേ സെയിം പ്രൈസിന് അയക്കാം. പിന്നെ പെട്ടെന്ന് വേറെ ആരും കൊണ്ടുപോകാതെ നമുക്ക് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് കൂട്ടി അയക്കാം. ഒരു 300,000 പറഞ്ഞ വീടിന് നിങ്ങൾക്ക് ആ വീട് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇതിലും കുറച്ച് ഇതിന് വരുള്ളൂ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൊരു 270, 280 ഒക്കെ ഓഫർ അയക്കാം. അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, വേറെ ആർക്കും കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300,000 മുകളിലും ഓഫർ അയക്കാം. ആരും കൊണ്ടുപോകാൻ നമുക്ക് തന്നെ. അതെ. അപ്പോൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ എസ്റ്റേറ്റ് ഏജന്റ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കി സ്റ്റെപ്പ് ഇതെല്ലാം ഒരു മെയിൽ ത്രൂ ആണോ അതോ ഡയറക്റ്റ് കോളോ, അതെങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെയാണ്? അത് ഓരോ എസ്റ്റേറ്റ് ഏജന്റിന്റെ കൺവീനിയൻസ് അനുസരിച്ചിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ലിങ്ക് ആയിരുന്നു. അവർക്ക് അവരുടെ ഒരു ലോഗിൻ തന്നിട്ട് ആ ലോഗിനിൽ ചെന്നിട്ട് നമ്മൾ കാണുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തന്നെ നമുക്ക് ഓഫർ അയക്കാനുള്ളത്. ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രോസസ്സിങ്ങിനനുസരിച്ച് അത് കംപ്ലീറ്റ് ആയി എന്നുള്ള ടിക്ക് ചെയ്ത് പോകാനുള്ളൊരു നമുക്കൊരു ലോഗിൻ തന്നെയാണ് തന്നുകൊണ്ടിരുന്നത്. പിന്നെ അവർ ഫോൺ ത്രൂ
ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഓഫർ മെയിനായിട്ട് അയച്ചത് ഈ ലോഗിനിൽ കൂടെയാണ്. ഈ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മളും ഓണറും ഇടയിലുള്ളൊരു മീഡിയേറ്റർ അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഓണറുമായിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് വരില്ലേ? ഡയറക്റ്റ് കോണ്ടാക്ട് നമുക്ക് വരുന്നില്ല ഇതിൽ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എസ്റ്റേറ്റ് ഏജൻറ്റ് ത്രൂ ആണ്. ഇപ്പോൾ നമ്മൾ ഓഫർ അയക്കുന്നതും എസ്റ്റേറ്റ് ഏജൻറ്റ് വഴി അത് സെല്ലറിൻ്റെ അടുത്ത് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ സെല്ലറാണ് ഇത് വേണോ വേണ്ടയോ അക്സെപ്റ്റ് ചെയ്യണമെന്ന് അവരുടെ ഡിസിഷനാണ്. ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ വീണ്ടും ബാങ്കിനെ സമീപിക്കുകയാണ്. നമുക്കിപ്പോൾ ഡിസിഷനിങ് പ്രിൻസിപ്പിൾ കിട്ടി എന്നുള്ളത് കൊണ്ട് വിചാരിച്ച് നമുക്ക് ലോൺ അപ്രൂവ് ആണെന്ന് ഇല്ല. ഇനിയാണ് നമ്മൾ ശരിക്കും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഇനിയാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമുക്കിനി കൂടുതൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കൊടുത്ത ഡീറ്റെയിൽസ് ഡിപ്പിന് നമുക്ക് കിട്ടുന്ന ഡിപ്പിന് ഒരു 6 months വാലിഡിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറെ സ്പെഷ്യൽ ഡോക്യുമെൻറ്റ്സ് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വേണ്ടി വരില്ല. നമ്മൾ പിന്നെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ഓഫർ അയക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഡിപ്പ് ഈ എസ്റ്റേറ്റ് ഏജൻറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു ടൈം വേസ്റ്റേഴ്സ് ആണോ അതോ സീരിയസ് ബയർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിപ്പും അതുപോലെ നമ്മുടെ ഫോട്ടോ ഐ ഡി പ്രൂഫ് നമ്മൾക്ക് ചോദിക്കും. പിന്നെ ഓരോ ബാങ്കിൻ്റെ ഡിസിഷൻ അനുസരിച്ച് ചിലപ്പോൾ മാറാം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ 6 months സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വീണ്ടും ചോദിക്കാം. അത് ഓരോ ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ 6 month സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞല്ലോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ കുറെ പേര് നമുക്ക് അല്ലാതെ കുറെ സാലറി അല്ലാതെ കുറെ എമൗണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യും? തീർച്ചയായിട്ടും. നമ്മൾക്ക് സാലറി കൂടാതെ വരുന്ന എമൗണ്ട്സിൻ്റെ ഒക്കെ സോഴ്സ് കാണിക്കേണ്ടി വരും 1000 pounds മുകളിലാണെങ്കിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ സിസ്റ്റർ UK തന്നെയാണ്. സിസ്റ്ററിന് ഞാനൊരു കുറച്ച് എമൗണ്ട് ലെൻഡ് ചെയ്തായിരുന്നു അവർ വണ്ടി എടുത്തപ്പോൾ. അപ്പോൾ അവരെനിക്ക് കുറച്ചായിട്ട് 1000 വെച്ച് മന്ത്ലി എനിക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ചായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് അതിന് സോഴ്സ് എന്താണെന്ന് ചോദിച്ച് അവർ ഡിപ്പ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മോർഗേജ് അഡ്വൈസർ എന്നോട് സോഴ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളത് ലെൻഡ് ചെയ്ത ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് ക്യാഷ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് നമ്മൾ കാണിക്കേണ്ടി വരും. പേ സ്ലിപ്പിന് കൊടുത്തതായാലും ഈ 6 months ടൈം പീരീഡിനുള്ളിൽ ലാർജ് എമൗണ്ട്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്നതിന് കൊടുക്കണം. റിസീവ് ചെയ്യുന്ന ലാർജ് എമൗണ്ട്സിന് കൊടുക്കുന്നതിന് നമുക്ക് സോഴ്സ് കാണിക്കണ്ട. ക്ലിയർ ചെയ്ത് വെക്കണം. ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും ലെറ്റർ ഓഫ് സെയിൽ കിട്ടും. ആ ലെറ്റർ ഓഫ് സെയിൽ വെച്ച് നമ്മൾ ബാങ്കിലേക്ക് ചെല്ലുമ്പോഴാണ് ലോൺ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽ ലെറ്ററിൽ വീടിൻ്റെ ഡീറ്റെയിൽസ്, എമൗണ്ട് അതൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓണറിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലെറ്റർ വെച്ച് വേണം നമ്മൾ ബാങ്കിനെ സമീപിക്കാൻ, മോർഗേജ് അഡ്വൈസറിനെ സമീപിക്കാൻ ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. സെയിം ടൈം നമുക്ക് നമ്മുടെ സോളിസിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞുള്ള കമ്മ്യൂണിക്കേഷൻ ഫുള്ള് സോളിസിറ്റർ ടു സോളിസിറ്ററാണ്. ബയർ സോളിസിറ്റർ ടു സെല്ലർ സോളിസിറ്ററാണ് നടക്കുന്നത്. അപ്പോൾ സോളിസിറ്റേഴ്സിനും ഇതുപോലെ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മുടെ ഫോട്ടോ ഐ ഡി, അതുപോലെ ഈ സെയിൽ ലെറ്റർ കൊടുത്തിട്ട് നമുക്ക് ബാങ്കിൽ നിന്നും ഈ നമ്മുടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ അഡ്രസ്സും അതിൻ്റെ ഡീറ്റെയിൽസ് വച്ചിട്ട് നമുക്ക് എമൗണ്ട് ഫുള്ള് സ്പ്ലിറ്റായി നമ്മുടെ ഡെപ്പോസിറ്റ് ഇടുന്നത്, ബാക്കി എത്ര എമൗണ്ട് വരും, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരും, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള അപ്രൂവ്ഡ് ലോൺ അപ്രൂവൽ ലെറ്റർ കിട്ടും ബാങ്കിൽ നിന്നും. അപ്പോൾ അത് ഫോട്ടോ ഐ ഡി, ഈ പറഞ്ഞ പോലെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, 6 month പേ സ്ലിപ്പ്, ഇതെല്ലാം വീണ്ടും നമ്മൾ സോളിസിറ്റേഴ്സിന് അയച്ചു കൊടുക്കണം. ഈ സോളിസിറ്ററിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമാണോ അതോ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണോ? സോളിസിറ്റർ ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവസാനം നമ്മുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് തീർച്ചയായും സോളിസിറ്ററിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ സോളിസിറ്റർ വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്കതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. സെല്ലർ സോളിസിറ്ററായിട്ട് ഇവർ തന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അവർ തന്നെ എടുത്തോളും. പിന്നെ ഇതിൽ നമ്മൾ ഈ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ അപ്രൂവ് ആയി കഴിയുമ്പോൾ ബാങ്കിൻ്റെ സൈഡിൽ നിന്നും അവരൊരു സർവേക്ക് ഒരാളെ വിടും. അത് നമ്മളായിട്ടൊരു യാതൊരു ബന്ധവുമില്ല. അത് നമ്മുടെ എസ്റ്റേറ്റ് ഏജൻറ്റിന്
കോണ്ടാക്ട് ചെയ്ത് അവർ ഒരു സർവേ, ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു സർവേ നടത്തും. വീട് നമ്മൾ വാങ്ങാൻ പോകുന്ന വീടിന് നമ്മൾ പറയുന്ന പ്രൈസ് ഉണ്ടോ ഇല്ലയോ എന്ന് ബാങ്കിന് കൺഫേം ചെയ്യാനായിട്ട് ഒരു തേർഡ് പാർട്ടി ആളെ അപ്പോയിൻ്റ് ചെയ്തിട്ട് അവർ വന്ന് സർവേ ചെയ്തിട്ട് പോകും. പിന്നീട് വരുന്നത് സോളിസിറ്റർ നമ്മുടെ വീടിനെക്കുറിച്ച് റിപ്പോർട്ട് എടുക്കും, സെർച്ചസ് ചെയ്യും. 3 സെർച്ചസാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് കൗൺസിലാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മളെ അറിയിക്കും. കാരണം ഈ സെർച്ച് ചെയ്യുന്നതിന് എമൗണ്ട് ഉണ്ട്, കൗൺസിലിലേക്ക് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ഉണ്ട്, നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സോളിസിറ്ററിന് പേയ്മെൻറ്റ് ചെയ്താൽ മതി. സോളിസിറ്ററാണ് അതിനുള്ള ചെയ്യുന്നത്. അപ്പോൾ അവരതിന് മുമ്പ് നമ്മളെ അറിയിക്കും, ഇങ്ങനെ 3 സെർച്ചസ് ചെയ്യാൻ പോവുകയാണ്, പിന്നെ ഈ എമൗണ്ട് റീഫണ്ടബിൾ അല്ല. സോളിസിറ്റർ ചെയ്യുന്ന 3 സെർച്ചസാണ്. ഒന്ന് ലാൻഡ് രജിസ്ട്രി, എനർജി പെർഫോമൻസ്, അങ്ങനെ തുടങ്ങി 3 സെർച്ചസ് ചെയ്യും. അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്യും. ഇതിലിപ്പോ നമ്മള് സോളിസിറ്ററി നമ്മൾ ചൂസ് ചെയ്യണം, മോർഗേജ് അഡ്വൈസറി നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അതെ, ഇവർക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. നമുക്ക് മോർഗേജ് അഡ്വൈസറിന് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ബാങ്ക് കമ്മീഷൻ കൊടുക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മോർഗേജ് അഡ്വൈസറിന് നമുക്ക് പേയ്മെന്റ് ഇല്ല. സോളിസിറ്ററിന് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അത് ഓരോ ഏരിയ അനുസരിച്ച്, അത് ഓരോ ഫെയിമിനനുസരിച്ച് അവരുടെ പേയ്മെന്റ് വ്യത്യാസം വരും. ഒരു 2000 to 3000 ബിറ്റ്വീൻ 2000 to 4000 വരെ ഫീ വരും മോർഗേജ് അഡ്വൈസറിന്. ഇപ്പൊ ഒരു 3 lakh പൗണ്ടിന്റെ വീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 30,000 കാണിക്കണം. ഇപ്പൊ നമ്മള് ഇപ്പൊ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു ഓഫർ ചെയ്യാതെ നമ്മുടെ സാലറിയിൽ നിന്ന് സേവിങ്സ് ആയിട്ടാണ് ഈ പൈസ കാണുന്നതെങ്കിൽ ഇപ്പൊ ഒരു 15 ഭാര്യയുടെ അക്കൗണ്ടിലും 15 ഭർത്താവിന്റെ അക്കൗണ്ടിലും ആയാൽ കുഴപ്പമുണ്ടോ, അതോ ഈ 30 എമൗണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ തന്നെ വരണം? അങ്ങനെ നിർബന്ധമില്ല. ഏത് അക്കൗണ്ടിൽ, ആരുടെ അക്കൗണ്ടിലാണെങ്കിലും ഇത്ര എമൗണ്ട് നമ്മൾ ഇനിഷ്യൽ ഡിപ്പോസിറ്റ് ഇടുന്ന എമൗണ്ട് കാണിച്ചാൽ മതി. ജോയിന്റ് അക്കൗണ്ട് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല. കാരണം നമ്മളിത് 2 പേരുടെയും കൂടി അപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ടോട്ടൽ ഇത്രയാണ്. നമുക്ക് മിനിമം പറയുന്നത് 10% ആണ്. നമുക്ക് എത്ര വേണേലും ഇടാം. അങ്ങനെ ഒരു നിർബന്ധമല്ല. 10% നിർത്തണം എന്ന് നിർബന്ധമില്ല. നമുക്ക് 20 ഇടാം, 25 ഇടാം. പിന്നെ നമുക്ക് വേറൊരു കാര്യം വരുന്നത്, നമ്മൾ എത്ര ഇടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും. ഇപ്പോൾ ഞാൻ ഇട്ടത് 15% ആണ് ഇട്ടത്. അതും ഡിഫറെൻ്റ് എമൗണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ഞങ്ങളുടെ രണ്ടുപേരെയും സെയിം എമൗണ്ട് അല്ല ഇട്ടത്. അത് പിന്നെ 5% ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, 10% ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, 15 ആകുമ്പോൾ കുറച്ച് കുറയും. അതുപോലെ 15 കഴിഞ്ഞാൽ പിന്നെ 25% വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 15 to 35 years ആയിരുന്നു. അപ്പം നമുക്കത് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് തീർക്കാം എന്നുള്ളത്. പിന്നെ വീടിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് അവർ ചിലപ്പോൾ ഇതിലും മാറ്റങ്ങൾ വരുത്താം. ഇപ്പം മിനിമം 25 years to 40 years വരെ ആവാം. അതുകൂടാതെ ഇതിന് ഏജ് ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇത്ര ഏജിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു പെട്ടെന്ന് തീർക്കേണ്ടി വരും. നേരത്തെ വീട് വാങ്ങുന്നതാണ് എത്രയും നല്ലത്. അതുപോലെ നമ്മളിപ്പോ യുകെയില് എന്തായാലും റെന്റ് കൊടുത്തിട്ടായിരിക്കുമല്ലോ താമസിക്കുന്നത്. ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പൊ 3 വർഷമായി. 3 വർഷത്തോളം അടച്ച റെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീടിന് ഡെപ്പോസിറ്റ് ഉള്ള എമൗണ്ട് നമുക്ക് തീർച്ചയായും കിട്ടും. അതെ. പിന്നെ പിന്നീട് നമ്മൾ ഈ റെന്റ് അടയ്ക്കുന്നത് ഈ ലോണിലേക്ക് പോയാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടായി. അതുപോലെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ ബാങ്ക് പറയുന്ന ഈ ടൈമിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും വർഷം ചൂസ് ചെയ്യാം. അതുകൂടാതെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ലോൺ എമൗണ്ടിൻ്റെ 10% നമുക്ക് ഇയർലി നമുക്ക് പേ ചെയ്യാം വിത്തൗട്ട് എനി ഫീ. ഇപ്പോൾ നമ്മൾ 200,000 ആണ് ലോൺ എടുത്തതെങ്കിൽ നമുക്ക് 20,000 പെർ ഇയർ നമുക്ക് ഈ ഡെപ്പോസിറ്റിലേക്ക് വിത്തൗട്ട് എനി അതർ ഫീ നമുക്ക് പേ ചെയ്യാം ഓൺ ടോപ്പ് ഓഫ് ദ മോർഗേജ് പേയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് 10 years കൊണ്ട് ഈ 20,000 10 years കൊണ്ട് നമുക്കത് അടച്ച് തീർക്കാൻ പറ്റും, ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് കൂടുതൽ എമൗണ്ട് ഇടുന്നെങ്കിൽ അതിനൊരു ബാങ്കിൻ്റെ ഒരു പെർസെൻറ്റേജ് ഫീ ഉണ്ടാവും, എക്സസ് പേയ്മെൻറ്റിൻ്റെ. ചേട്ടൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഡിപ്പോസിറ്റ് എമൗണ്ട് കണ്ടെത്തിയത്? നമ്മൾ നാട്ടിൽ നിന്നാണോ അതോ ഇവിടെ തന്നെ നമ്മൾ സേവിങ്സ് ആയിട്ടാണോ? ഞങ്ങളുടെ സേവിങ്സിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ എനിക്ക് നമ്മുടെ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ UK ഫസ്റ്റ് ടൈം ബയേഴ്സിനായിട്ട്
ലിസ അക്കൗണ്ട്സ് ഉണ്ട്, ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് ഒരു വർഷം 4000 പൗണ്ട് വരെ ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 25%, അതായത് 1000 പൗണ്ട് ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. അപ്പോൾ അങ്ങനെ 5000 പൗണ്ടായി നമുക്ക് ആ ഡെപ്പോസിറ്റ് ഇടാം. അപ്പോൾ ഒരു വർഷം നമുക്ക് ഇടാവുന്നത് മാക്സിമം 4000 പൗണ്ടാണ്. അപ്പോൾ ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പേരിലും വൈഫിൻ്റെ പേരിലും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ ഇയർ വരുന്നത് ഏപ്രിൽ ടു മാർച്ച് ആ പീരീഡാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസംബറിൽ തുടങ്ങിയാലും മാർച്ചിന് മുമ്പ് 4000 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബോണസ് ആ വർഷത്തെ മാർച്ചിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. രണ്ടിലേക്കും കയറും. ഇപ്പോൾ 2 അക്കൗണ്ടിൽ 4000 വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10000 ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. 8000 നമ്മൾ ഡെപ്പോസിറ്റ് ഇടുന്നു, 1000 2 അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്ത് 10000 ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 1 വർഷത്തേക്ക് നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. 1 വർഷത്തിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വിഡ്രോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം വീടിന് വേണ്ടി മാത്രമായിരിക്കും, അതല്ലാതെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 25% നമ്മുടെ നിന്ന് കട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഈ എമൗണ്ട് നമുക്ക് പേഴ്സണലി വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ വീടിൻ്റെ പ്രോസസ്സിങ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് സോളിസിറ്റർ തന്നെ പറയും നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് അവരുടെ ഇതിൽ നിന്ന് സോളിസിറ്റർ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അവർ സോളിസിറ്റേഴ്സിന് ഒരു മെയിൽ അയക്കും. അപ്പോൾ അവരുടെ സോളിസിറ്ററിൻ്റെ രജിസ്ട്രേഷൻ കൊടുത്തിട്ടാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തത് മണി ബോക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അത് ജസ്റ്റ് ആപ്പ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തത്. നമുക്ക് ആപ്പ് സ്റ്റോറിലുണ്ട് മണി ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേയിലും ഉണ്ട്. അപ്പോൾ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനും നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 39 എന്തോ ആണ്. അപ്പോൾ 39 ടോപ്പ് ഉള്ളവർക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 39 ഇങ്ങോട്ടുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിലേക്ക് ഇടുന്ന എമൗണ്ട് ഇത്ര ഫിക്സഡ് ആയിട്ട് മന്ത്ലി ഇടണമെന്നില്ല. ഈ വർഷത്തിന് ഉള്ളിൽ എപ്പോൾ വേണേലും നിങ്ങൾക്ക് ഇടാം. അതുപോലെ ഇപ്പം മാർച്ചാണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിനി ഫെബ്രുവരിയിൽ ആണ് ഓപ്പൺ ചെയ്താലും ഈ മാർച്ചിനുള്ളിൽ 4000 ഇട്ട് കഴിഞ്ഞാൽ ആ മാർച്ചിൽ അവസാനം തന്നെ ഈ ബോണസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ആദ്യം തന്നെ 4000 ഇട്ട് കഴിഞ്ഞാൽ ആ മന്ത് എൻഡിൽ ഈ ബോണസ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട് ഈ ഇട്ട 4000ത്തിൻ്റെ ബോണസ് അപ്പം തന്നെ നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. നമ്മൾ 2 വർഷത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വീട് വാങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഒരു 4000 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബോണസ് ആ മാസം അവസാനം തന്നെ ക്രെഡിറ്റ് ആവും. പിന്നെ നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും 10000 ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് 1 year and 6 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 6 months ഞങ്ങൾ ഫുള്ള് 8000 ഇട്ട് 10,000 ആയിട്ട് ഞങ്ങൾ വിഡ്രോ ചെയ്തു ഫ്രം ബോത്ത് അക്കൗണ്ട്സ്. നമുക്ക് ഡെപ്പോസിറ്റ് നമുക്ക് എൻ്റെ ഇപ്പോൾ ലിസ അക്കൗണ്ടിലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരുടെ കയ്യിലാണ് ഈ ക്യാഷെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ ഇത്രയും ലാർജ് എമൗണ്ട് നമുക്ക് ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ബാങ്കിൽ ചെന്നിട്ട് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തോളും. വീട് വാങ്ങിക്കുക എന്ന പ്ലാൻ മുതൽ രജിസ്ട്രേഷൻ അഥവാ താക്കോല് കൈ കിട്ടുക, ഇതിന്റെ ഇടയ്ക്ക് എത്ര സമയം എടുക്കും? ഈ മൊത്തം പ്രോസസ്സിന് വേണ്ടി എത്ര സമയം എടുക്കും? പ്ലസ് ഇതിനൊക്കെ എത്ര നമ്മുടെ എക്സ്പെൻസ് എത്രയായിരിക്കും? ഈ വീടിന് ഉള്ള വില അല്ലാതെ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെലവഴിക്കേണ്ടത് എത്രമാത്രം പൈസ നമ്മൾ ചെലവഴിക്കണം? വീട് ഒന്ന് സോളിസിറ്റർ ഫീ ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ സർവേ ചെയ്യുന്നുണ്ടെങ്കിൽ സർവേയുടെ ഫീ വരും. അത് ലെവൽ 2 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8,000 to 1,000 വരാം. ലെവൽ 3 ആണെങ്കിൽ 1,500 to 2,000 വരെ വരാം. അതാണ് ഇതിൽ മെയിൻ ഒക്കർ ആവുന്ന എക്സ്പെൻസ്. പിന്നെ നമ്മുടെ മൂവിങ് എക്സ്പെൻസ് അങ്ങനത്തെ എക്സ്പെൻസൊക്കെ അല്ല ചെറിയ ചെറിയ എക്സ്പെൻസേ വരുന്നുള്ളൂ. ടൈം ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ സോളിസിറ്ററിൻ്റെ റെസ്പോൺസ് ടൈം അനുസരിച്ചൊക്കെ ഇരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് മണി അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 6 months മാക്സിമം
6 months ഒക്കെ എടുക്കത്തുള്ളൂ, അതിനുള്ളിൽ തന്നെ നടക്കും. അപ്പം നമ്മളൊരു വീട് കണ്ട് ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു 3 months ടൈമിനുള്ളിൽ നമുക്ക് ഈ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആവും. അതുകൂടാതെ നമ്മുടെ സോളിസിറ്റേഴ്സ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ചു തരും. അതുപോലെ ഈ വീടിന് അവരുടെ സെല്ലർ സോളിസിറ്ററിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ വീടിൻ്റെ ഇൻവെൻട്രി, അതുപോലെ എനർജി EPC എന്ന് പറയും, എനർജി ലെവൽ ഏതാണ്. അപ്പോൾ ഇൻവെൻട്രിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഈ വീട്ടിൽ അവർ ഉള്ള എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ്, കർട്ടൻസ് ഉണ്ടെങ്കിൽ കർട്ടൻസ്, എത്ര വിൻഡോസ്, ബെഡ് ഉണ്ടെങ്കിൽ ബെഡ്, സോഫ ഉണ്ടെങ്കിൽ സോഫ, അത് എല്ലാത്തിൻ്റെ ഒരു ഇൻവെൻട്രി നമുക്ക് അയച്ചു തരും. പിന്നെ എനർജി പെർഫോമൻസ് എന്താണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കേഷൻസ് അയച്ചു തരും. അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമുക്ക് അയച്ചു തരും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സോളിസിറ്റർ നമുക്ക് പറയും, സെല്ലർ സോളിസിറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ റെസ്പോൺസ് എല്ലാം ഓക്കെയാണ്, നമുക്കത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലീഷൻ ഡേറ്റ് ചോദിക്കും നമ്മളോട്. അപ്പോൾ കംപ്ലീഷൻ ഡേറ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന ഡേറ്റാണ്, മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഡേറ്റിനനുസരിച്ച് അത് നമ്മൾ പറയണം. അപ്പോൾ കംപ്ലീഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കീ കിട്ടുന്ന ഡേറ്റ്, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് കീ കിട്ടുന്ന ഡേറ്റ്. ഇപ്പം നമ്മുടെ സോളിസിറ്റർ ഡീറ്റെയിൽ അവർക്കെല്ലാം റെസ്പോൺസ് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു കംപ്ലീഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ കംപ്ലീഷൻ ഡേറ്റ് നമുക്ക് ഞാനിപ്പോൾ കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ പഴയ ടെനൻസിയിൽ ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഒരു 1 month എനിക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 1 month ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന ദിവസം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് അതിന് താല്പര്യമില്ല, നമുക്ക് 1 മാസം മുമ്പാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1 മാസം മുമ്പേ ഞങ്ങളുടെ കംപ്ലീഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. പഴയ ടെനൻസി അങ്ങനെയുള്ളവർ അത് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ആ ഒരു ഡേറ്റ് നമ്മൾ ടെനൻസി കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് എൻഡ് ചെയ്യാൻ അവരുടെ ലാൻഡ് ലോഡിൻ്റെ ഓരോ ഇഷ്ടം പോലെ ഇരിക്കും. അപ്പോൾ അവർ പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. എൻ്റെ ലാൻഡ് ലോഡ് പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ 1 month early ടെർമിനേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്ത് തന്നു. പിന്നെ കംപ്ലീഷൻ ഡേറ്റിൻ്റെ മുമ്പ് നമ്മൾ ഡീഡ് സൈൻ ചെയ്യും. ആദ്യം നമുക്ക് 3 ഡോക്യുമെൻറ്റ്സാണ് സൈൻ ചെയ്യുന്നത്. ബാങ്കിലേക്കൊരു ഡോക്യുമെൻറ്റ്, പിന്നെ ഡീഡ്, പ്രോപ്പർട്ടി ഡീഡ്, പിന്നെ ഒരു ഡോക്യുമെൻ്റ് കൂടി 3 ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് നമ്മൾ അയക്കണം. നമ്മുടെ സോളിസിറ്ററിന് അയക്കും, നമ്മുടെ സോളിസിറ്റർ സെല്ലർ സോളിസിറ്ററിന് അയക്കും. അത് കഴിഞ്ഞിട്ട് അവരും ഡീഡ് സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ കംപ്ലീഷൻ ഡേറ്റിൻ്റെ അന്ന് കീ, എല്ലാ ഡോക്യുമെൻറ്റ്സും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ കീ റിലീസ് ചെയ്യും. അപ്പോൾ നമുക്കത് പോയിട്ട് നമ്മുടെ എസ്റ്റേറ്റ് ഏജൻറ്റിൽ നിന്ന് കീ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറാം, നമ്മുടെ വീട്ടിലോട്ട് കയറാം. വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട 3-4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നമ്മുടെ പേരിൽ തന്നെയാണോന്ന് നോക്കേണ്ടത്. അതിപ്പോൾ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ കൗൺസിലിൽ ചെക്ക് ചെയ്യാവുന്നതുള്ളൂ ഇത് രജിസ്ട്രേഷൻ നമ്മുടെ പേരിലൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല UK-ൽ. ഫർണിഷ്ഡ് അൺഫർണിഷ്ഡ് എന്നുള്ള സെറ്റപ്പ് ഇല്ല. അവർ സെല്ല് ചെയ്യുന്ന സമയത്ത് അത് സെല്ലറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വീട് കാണാൻ ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അവിടെ ഇഷ്ടപ്പെട്ടിട്ട് അതവിടെ നമുക്ക് സെല്ലറിനോട് ചോദിക്കാം, നമുക്ക് അതവിടെ ഇട്ടിട്ട് പോകാമെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. അപ്പോൾ അതിന് എത്ര എമൗണ്ടാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാ അത് സോളിസിറ്റർ വഴി തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ ഫർണിച്ചർ ആൻഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെപ്പോസിറ്റ് ഇടുന്നതിൻ്റെ കൂടെ ഇത്ര എമൗണ്ട് കൂടി സെല്ലറിന് കൊടുക്കാനുള്ള അത് സോളിസിറ്റർ വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടും ചെയ്യാം. നമുക്ക് സെല്ലറിനോട് ചോദിച്ച് നമുക്ക് അവർക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ അവർ പറയുന്ന പ്രൈസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അല്ലാതെ ഫർണിഷ്ഡ് അൺഫർണിഷ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ UK-ലില്ല. നമുക്ക് ഈ കീ കിട്ടിയതിന് ശേഷം ഈ വീട്ടില് എത്ര മാത്രം നമുക്ക് പൈസ ചെലവാക്കണം ഇതൊരു വീടായി കിട്ടണമെന്നുണ്ടെങ്കിൽ? അത് അങ്ങനെയാണല്ലോ, നമുക്കൊരു വീട് മാത്രമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ബെഡ്, കബോർഡ്സ്, സോഫ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണമല്ലോ. അതിന് ഏകദേശം എത്ര എമൗണ്ട് വരും? ഇപ്പം ഞാൻ വീട് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ സോഫ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ബെഡ്റൂമിൽ വാർഡ്രോബ് ഉണ്ടായിരുന്നു.
ബെഡ് സൈഡ് ടേബിൾസ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടെനൻസിയിൽ റെൻറ്റിങ്ങിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് അൺഫർണിഷ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിലേക്ക് വാങ്ങിച്ച ഫർണിച്ചറുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ബെഡ്, ഇതൊക്കെ പഴയ വീട്ടിൽ നിന്ന് അത് തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതുകൂടാണ്ട് ഞങ്ങൾ ഓൺലൈനിലൂടെ ആമസോണിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്ത് ഡെക്കറേഷൻസ് കുറേയൊക്കെ വരുത്തി. മൊത്തം അതുകൂടാതെ ഒരു 1500 2000 അനുസരിച്ച് ഞങ്ങൾക്ക് അത്രേ ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ഫർണിച്ചർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പഴയ വീട്ടിൽ നിന്ന് തന്നെ. നമുക്കിപ്പോൾ വീട് നോക്കുമ്പോൾ ഞാൻ ഈ വീട് എടുക്കുമ്പോൾ എനിക്കിവിടെ ഒരു ഡ്രൈവേ ഇല്ലായിരുന്നു. അത് ചേട്ടന് പറ്റിയൊരു അബദ്ധമാണോ? അബദ്ധം എന്ന് പറയാനില്ല. ഇപ്പോൾ എൻ്റെ വീടിന് ഞാൻ അതിനനുസരിച്ച് ഞാൻ ഓഫർ കുറച്ചാണ് അയച്ചത്. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് ഞാൻ മുന്നിൽ കണ്ട് കുറച്ചാണ് അയച്ചത്. പക്ഷെ എനിക്ക് ചെറിയൊരു അബദ്ധമായിരുന്നു അത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതലാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഞാൻ പണിത ഡ്രൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 to 25 സ്ക്വയർ മീറ്റേഴ്സാണ് വരുന്നത്. അതിന് പലരും പല ബഡ്ജറ്റ് പറഞ്ഞു. ആദ്യം വന്ന ആൾ 3500 ആണ് പറഞ്ഞത്. പിന്നെ ബ്ലോക്ക് പേവിങ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ് കിട്ടിയത് 2500 ആണ്. ഞാൻ അവരുടെ അടുത്തു നിന്നാണ് ചെയ്തത്. ജസ്റ്റ് ഒരു 20 to 25 സ്ക്വയർ മീറ്റേഴ്സേ ഉള്ളൂ. അത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലക്ഷത്തോളം എമൗണ്ട് ആയി. നമ്മുടെ വീട്ടിലാണെങ്കിൽ അത് നമ്മുടെ ഫുൾ മിറ്റം, പുറകോശം എല്ലാം കൂടി കവർ ചെയ്താൽ ഇത്ര എമൗണ്ട് വരത്തില്ല. ഇവിടെ ജസ്റ്റ് ഒരു 20 സ്ക്വയർ മീറ്റേഴ്സിന് അത്രയും ക്യാഷായി. അത് കൂടാതെ നമുക്ക് ഡ്രൈവേയിലേക്ക് വരുന്ന ഫുട് വേ അത് കൗൺസിലിൻ്റെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലിൽ അപ്ലൈ ചെയ്യണം കെർബ് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ്ഡ് കെർവേ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. ആപ്ലിക്കേഷന് 270 ആയി. അതുപോലെ കൗൺസിലിൽ നിന്ന് ഇനി അവർ അപ്രൂവ്ഡ് കോൺട്രാക്ടേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ബഡ്ജറ്റിന് നമ്മുടെ ബഡ്ജറ്റ് എത്രയെന്ന് ചോദിക്കും. അതുപോലെ അവരുടെ കോസ്റ്റ് പറയും ഈ ഡ്രോപ്പ് കെർവ് ചെയ്യാനുള്ള. അതുപോലെ ഈ ഡ്രോപ്പ് കെർവ് ചെയ്യുന്നതും മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കും. ഇവിടെ ഇപ്പോൾ നോർമലി കിടക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്കാണ്. അതിന് ടാർമാക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചും നമ്മുടെ ക്യാഷ് മാറും. അപ്പോൾ അത് രണ്ടും ചെയ്യാനായിട്ട് നല്ലൊരു എമൗണ്ട് വന്നു. അപ്പോൾ അത് ഓഫർ കുറച്ച് അയച്ചത് കൊണ്ട് അത്ര ഒരു നഷ്ടം വന്നില്ല. ഈ ഒരു വീടെന്ന് പറയുന്നത് 3 ബെഡ്റൂം ഉള്ള ഒരു വീടാണ്. അതെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് റെന്റിന് കൊടുക്കാം. ഈ റൂം നമ്മൾ ഇപ്പൊ കപ്പിൾസ് മാത്രമേ ഉള്ളൂ, ബാക്കി 2 റൂം വേണമെങ്കിൽ റെന്റിന് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു റീസെയിൽ ചെയ്യാം. ഇതിലേതായിരിക്കും ബെറ്റർ? നമ്മൾ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് വേറൊരു വീട് എടുക്കണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് പിന്നെ അധികം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ, നമ്മളിപ്പോൾ ഡ്രൈവേ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവേ ഡ്രോപ്പ് കെയർവേ ഒക്കെ ചെയ്തതിന് ഇത്ര എമൗണ്ടായി. അതുപോലെ പലരും സ്വന്തം വീടാകുമ്പോൾ സോളാർ സിസ്റ്റം വയ്ക്കും, അതുപോലെ ഹീറ്റ് പമ്പ് സിസ്റ്റം വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ക്യാഷ് കോസ്റ്റാണ്. പക്ഷെ നമ്മൾ റീസെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീടാണെങ്കിൽ ഇതുപോലെ അഡീഷണൽ കോസ്റ്റ് എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഇത് വച്ചു എന്ന് വിചാരിച്ച് നമുക്ക് ഈ വീടിൻ്റെ പ്രൈസിന് ഒരു ഹൈ കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പം നമ്മളിത് റീസെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീട്ടിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് ലാഭമുള്ള ഒരു പരിപാടിയാണ്. ഒരു വീട് വാങ്ങുക, റീസെയിൽ ചെയ്യുക, വീട് വാങ്ങുക. അത് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഓരോ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായി വീടെടുത്തിട്ട് ഇൻറ്റീരിയൽസൊക്കെ ഫുള്ള് റീഫർബിഷ് ചെയ്ത് മാറ്റിയിട്ട് ഹയർ പ്രൈസിന് വിൽക്കുന്നവരുണ്ട്. അതുപോലത്തെ കൊള്ളില്ലാത്ത വീടുകളെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതൊരു ബിസിനസ് രീതിയിലേക്ക് പോകുന്നവർക്ക്, അത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ വീടിൻ്റെ വർക്കുകൾ ഇൻറ്റീരിയൽസൊക്കെ സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നവർക്ക്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീട്ടില് വേറൊരു സ്റ്റുഡൻസിനെയോ ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മന്ത്ലി കൊടുക്കേണ്ട റേറ്റ് നമുക്ക് മേടിക്കാം. പക്ഷെ അത് ലീഗലി കാര്യമാണോ? ഇവിടെ നമുക്ക് നമ്മളല്ലാതെ ഈ രജിസ്ട്രേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരല്ലാതെ മറ്റൊരാളെ സ്ഥിരമായി താമസിപ്പിക്കുന്നെങ്കിൽ അത് ബാങ്കിൻ്റെ അപ്രൂവൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം. മോർഗേജറുള്ള വീടായതുകൊണ്ട് നമ്മൾ ബാങ്കിൻ്റെ അപ്രൂവൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം. അത് ബാങ്കിന് അറിയാണ്ട് നമ്മൾ ഒരാൾ താമസിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഗലി
വാലിഡ് അല്ല. നമുക്ക് മോർഗേജ് ക്യാൻസലായി പോവാം, വീട് തിരിച്ച് ബാങ്കിന് എടുക്കാവുന്ന ഇതാണ്. അത്ര സ്ട്രിക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഈവൻ വെൻ വി ആർ അപ്ലൈയിങ് ഫോർ ദ മോർഗേജ് ബാങ്ക് ചോദിക്കുന്നുണ്ട് എബോവ് 18 എത്ര പേര് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ജോയിൻ്റ് ആപ്ലിക്കൻസ് കൂടാതെ വേറെ ആരൊക്കെ എബോവ് 18 ഈ വീട്ടിലുണ്ടെന്ന് ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാവിയിലേക്ക് ഒരാളെ നമ്മൾ റെൻറ്റിന് നിർത്തുവാണെങ്കിൽ അത് ബാങ്കിനെ അറിയിച്ചുകൊണ്ടായിരിക്കണം. പിന്നെ ഇത് നമ്മുടെ ലോൺ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 30 വർഷം 32 വർഷത്തിന്റെ ഉള്ളിൽ മതി എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെടാം, നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം, അങ്ങനെ എന്തെങ്കിലും വന്നാ ഇതിനെന്താ? നമ്മളിപ്പോൾ മോർഗേജിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മോർഗേജ് അഡ്വൈസർ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ വീട് വാങ്ങിച്ചു കഴിയുമ്പോൾ വീട് ഇൻഷുർ ചെയ്യുക, ബിൽഡിംഗ് ഇൻഷുറൻസ് ചെയ്യുക. ഞാൻ ബിൽഡിംഗ് ആൻഡ് കണ്ടൻസ് ഇൻഷുറൻസ് ആണ് എടുത്തത്, അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ മോർഗേജ് കിട്ടാൻ എളുപ്പമായിരിക്കും. അത് നിർബന്ധമല്ല, പക്ഷെ നമുക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ താങ്ക് യു ഇത്രയും ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന്. പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഓരോന്നായിരിക്കും. അതെ, ഇപ്പൊ ചേട്ടന് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ചേട്ടൻ പങ്കുവെച്ചത്. സോളിസിറ്റേഴ്സ്, മോർഗേജ് അഡ്വൈസർ, ബാങ്ക്, ഇതൊക്കെ ഡിപ്പെൻസ് ആണ് അല്ലേ. അപ്പൊ എൻ്റെ ഒരു സന്തോഷത്തിന് നമ്മുടെ ചാനലിന്റെ സ്പൂൺ ആൻഡ് സ്കെച്ച് വിത്ത് അഖില ചാനലിന്റെ വകയായിട്ട് ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് തരുവാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ എന്റർടൈനിങ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.